നമസ്തേ, വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കേരള സർക്കാരിന് കീഴിൽ വരുന്ന ഡയറക്ടറേറ്റ് ഓഫ് കോളേജ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. മേഘനാഥ് സാഹ സെൻറ്റർ ഫോർ കണ്ടന്റ് ഡെവലപ്മെൻറ്റ് സ്റ്റുഡിയോ, ഇതിലേക്കാണ് പുതിയൊരു അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇത് കരാർ അടിസ്ഥാനത്തിലാണ് അവർ പുതിയ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ അപേക്ഷിക്കാൻ സാധിക്കും. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഇതിന് അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 27/4/2022 അതായത് ഏപ്രിൽ മാസം 22 വരെ നമുക്കിത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഏതൊക്കെ തസ്തികയിലേക്കാണ് വിളിച്ചിട്ടുള്ളതെന്നും അതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ വഴി എങ്ങനെയാണ് ഇതിന് അപേക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഡെമോയും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണും. ഒന്നാമത്തേന്ന് പറയുന്നത് നെറ്റ്വർക്ക് എഞ്ചിനീയർ. അതിനാകെ ഒരു വേക്കൻസി പറയുന്നുള്ളൂ. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് MCA BTech കമ്പ്യൂട്ടർ സയൻസ് അതല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ സർട്ടിഫിക്കറ്റ് ഓൺ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ഇതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതോടൊപ്പം തന്നെ 5 കൊല്ലത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. ഇതിന് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് 36 വയസ്സ് വരെയാണ്. പിന്നെ ഇതിന് സാലറി പറയുന്നത് 40,000 രൂപയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നെറ്റ്വർക്ക് അസിസ്റ്റൻറ്റ്. ഇതിനും ആകെ ഒരു വേക്കൻസിയാണ് പറയുന്നത്. ഇതിന് ക്വാളിഫിക്കേഷൻ പറയുന്നത് 3 ഇയർ ഡിപ്ലോമയാണ്. അത് ഇലക്ട്രോണിക്സിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസിൽ ഉള്ള 3 കൊല്ലത്തെ ഡിപ്ലോമ. ഇതിന് എക്സ്പീരിയൻസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഇതിന് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് 36 വയസ്സാണ്. ഇതിനും ശമ്പളം 25,000 രൂപ നോട്ടിഫിക്കേഷനിൽ അവർ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തത് ക്യാമറമാൻ. ഇതിനും ആകെ ഒരു വേക്കൻസിയാണ് പറയുന്നത്. ഇതിനും പറയുന്ന ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഡിപ്ലോമയാണ്. 3 കൊല്ലത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അത് സിനിമാറ്റോഗ്രാഫിയിലോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയിലോ ഉള്ള 3 വർഷത്തെ ഡിപ്ലോമ. ഇതിനൊരു 5 കൊല്ലത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. ഇതിനും അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 36 വയസ്സ് വരെ തന്നെയാണ്. ഇതിനെ പറഞ്ഞ ശമ്പളം എന്ന് പറയുന്നത് 20,000 രൂപയാണ്. നാലാമത്തെ എഡിറ്റർ കം ആനിമേറ്റർ. ഇതിലും ഡിപ്ലോമയാണ് പറഞ്ഞിട്ടുള്ളത്. ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ മൾട്ടിമീഡിയ സെക്ഷനിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു 5 കൊല്ലത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. ഇതിനും അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 36 വയസ്സ് വരെയാണ്. പിന്നെ മന്ത്ലി സാലറി പറയുന്നത് 25,000 രൂപ. അപ്പോൾ എല്ലാത്തിലും ഏജ് ലിമിറ്റ് 36 വയസ്സ് തന്നെയാണ് കോമൺ ആയിട്ട് വരണത്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. ആകെ 4 വേക്കൻസി വരുന്നുള്ളൂ. എല്ലാ പോസ്റ്റിലും ഓരോ വേക്കൻസി വെച്ചിട്ടുള്ളൂ. എന്നാലും നമുക്ക് ഓൺലൈനായിട്ടാണ് ഇത് അപേക്ഷിക്കേണ്ടത്. അതിന് അപേക്ഷ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് മൊബൈൽ ഫോണിൽ നിമിഷ നേരം കൊണ്ട് സിമ്പിളായിട്ട് ഇത് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഡെമോ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു സൈറ്റാണ് ഓപ്പൺ ആയിട്ട് വരിക. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്നാണ് ആ സൈറ്റിൽ പേരുണ്ടായിരിക്കുക. ആ സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ രണ്ടാമതായിട്ട് കാണാം നോട്ടിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ടു വേരിയസ് പോസ്റ്റ് ഡയറക്ടർ ഓഫ് കോളേജ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ കണ്ട നോട്ടിഫിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ ഡീറ്റെയിൽസും ഒരിക്കൽ കൂടി വായിച്ചു നോക്കുക. അതിനുശേഷം ഇതിനെ അപേക്ഷിക്കാനായിട്ട് അതിനെ തൊട്ട് താഴെ അടുത്തൊരു ലിങ്ക് കാണാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ടു വേരിയസ് പോസ്റ്റ് ഇൻ ദ ഡയറക്ടർ ഓഫ് കോളേജ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് റീഫ്രഷ് ആയിട്ട് ഇതുപോലെ ഒരു പേജായിരിക്കും വരിക. ഇതിൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് അടിയിൽ പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് റീഫ്രഷ് ആയിട്ട് പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമ്മുടെ പേര് കൊടുക്കുക. എന്നിട്ട് അടിയിൽ പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്നുണ്ടാവും. അപ്പോൾ ആ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പോസ്റ്റും കാണിക്കും. അതിൽ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, നമ്മുടെ കാസ്റ്റ് കാറ്റഗറി ഒക്കെ കൊടുക്കുക. പിന്നെ നമ്മുടെ അഡ്രസ്സ്, അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ പഠിച്ച കോഴ്സ്, പഠിച്ച സ്ഥലം, നമ്മൾ പാസ്സായ വർഷം, എല്ലാ കാര്യങ്ങളും കൂടെ കൊടുക്കുക. പിന്നെ നമുക്ക് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞാൽ ഈ നീല കളറിൽ ചൂസ് ഡ്രോപ്പ് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഗാലറിയിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം, നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം, ഫോട്ടോ, സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മൊബൈൽ ഫോണിൽ ഡോക്യുമെന്റ്സ് ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ
മൊബൈൽ ഫോണിൽ നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഫോട്ടോ എടുത്തിട്ട് അത് PDF ആക്കാനും പിന്നെ അവർ പറയുന്ന സൈസിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നല്ല ഡോക്യുമെന്റ്സ് ഒക്കെ മൊബൈൽ ഫോൺ വഴി സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം, പിന്നെ നമ്മുടെ ബയോഡാറ്റ, ഫോട്ടോ, സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. എത്രയേ ഉള്ളൂ. അപേക്ഷിക്കാൻ വളരെ സിമ്പിളാണ്. ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പം എല്ലാവരും ഇന്ന് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക.